ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ചാപ്റ്റർ 4, അതായത് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സോ ഗൈഡൻസോ വേണമെന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്യുക. പ്രൈവറ്റ് മെസ്സേജ് അതിൽ ജോയിൻ ആയിട്ട് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? ഓൾസോ നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതെന്ത് ചെയ്യുക, കാണാണ്ട് പഠിച്ചു വെക്കുക. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്തെന്ന് അറിയപ്പെടുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നു. 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരിക്കലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന കാര്യം സുപ്രീം കോർട്ട് പറഞ്ഞു. ഓർത്തു വെക്കുക, കേശവാനന്ദ ഭാരതി കേസ് 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ ഒരിക്കലും ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഒന്ന് ഓർത്തു വെക്കുക. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്തെന്നും കൂടി അറിയപ്പെടുന്നുണ്ട്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 1973 കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഒരിക്കലും ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സേലിയൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഫീച്ചർ ആണ് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് ദ ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ ദി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ്. എല്ലാ എഴുതപ്പെട്ട ഭരണഘടനകളിലും വെച്ച് ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ആ ഒരു ടൈമില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. 365 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതിനെ 22 പാർട്സ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു? 8 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു. 365 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ആ ആർട്ടിക്കിൾസിനെ 22 പാർട്സ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 8 ഷെഡ്യൂൾസും അതിനകത്ത് ഉണ്ടായിരുന്നു. കറന്റ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ അതിലൊരു പ്രിയാമ്പിൾ ഉണ്ട്, 448 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിന് 25 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ എന്തുണ്ട്? 12 ഷെഡ്യൂൾസും ഉണ്ട്. ഓർത്തു വെക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 365 ആർട്ടിക്കിൾസും ഒരു പ്രിയാമ്പിളും 22 പാർട്സും 8 ഷെഡ്യൂൾസും ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രസന്റ്ലി 2025 ഒരു പ്രിയാമ്പിൾ ഉണ്ട്, 448 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിന് 25 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തുണ്ട്? 12 ഷെഡ്യൂൾസും ഉണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ, അതിന് തന്നെ കുറച്ച് ബാലൻസ് പഠിക്കാനുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എലഫന്റൈൻ സൈസിന് കോൺട്രിബ്യൂട്ട് ചെയ്ത 4 ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ദ വാസ്റ്റ്നെസ് ഓഫ് ദി കൺട്രി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കൂടുതൽ എലിഫന്റൈൻ സൈസ് എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ക്രിട്ടിസൈസ് ചെയ്ത ആളുകളും എന്തെന്നാണ് പറഞ്ഞത്? അതിലൊരു കാര്യമാണ് ഇത്, എലിഫന്റൈൻ സൈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിന്റെ തന്നെ ലാസ്റ്റ് പഠിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ്. ദാറ്റ് ഈസ് ദ വാസ്റ്റ്നെസ് ഓഫ് ദി കൺട്രി ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. നമ്മുടെ കൺട്രിയുടെ, രാജ്യത്തിന്റെ വാസ്റ്റ്നെസ്സും ഡൈവേഴ്സിറ്റി. പിന്നെന്താണ്? ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഇൻഫ്ലുവൻസ്. പിന്നെന്താണ്? സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ബോത്ത് സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. സെന്ററിനും സ്റ്റേറ്റിനും എന്താണ്? ഒരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. പിന്നെന്താണ്? ഡൊമിനൻസ് ഓഫ് ലീഗൽ ല്യൂമിനറീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ലീഗൽ ല്യൂമിനറീസിന്റെ ഡൊമിനൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതാണിത് ആ 4 ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ എലിഫന്റൈൻ സൈസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നതാണ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. പല സോഴ്സസിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത്.
അതിൽ ഒന്നാമത് പല രാജ്യങ്ങളിൽ നിന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നുമാണ്. ഈ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്ന് എടുത്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്ന് എടുത്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറൽ പാർട്ട്. ഇത് ഓർത്ത് വെക്കുക. സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്ന് വന്നതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തേക്കുന്നതാണ്. ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിക്കൽ പാർട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അത് പ്രൊവിഷൻസ് വരുന്ന വേറെയുള്ള പ്രൊവിഷൻസ് ഒക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റ് പ്രൊവിഷൻസ് ഒക്കെ എവിടെ നിന്ന് എടുത്തേക്കുന്നതാണ്? കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, USSR, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. ഇത് നമ്മൾ ഈ എന്തൊക്കെയാണ് കടമെടുത്ത കാര്യങ്ങൾ എന്നൊക്കെ എവിടെ പഠിക്കും? കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം വിത്ത് ദാറ്റ് ഓഫ് അതർ കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊളിറ്റി തന്നെ സിലബസിൽ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഓരോ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തതെന്നുള്ള കാര്യമൊക്കെ പഠിക്കും. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഫീച്ചറാണ് ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്. പല സോഴ്സസിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. അതായത് പല രാജ്യങ്ങളിൽ നിന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്നാണ്. ഓക്കെ, ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇതിലെ സ്ട്രക്ചറൽ പാർട്ട് എവിടുന്ന്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രക്ചറൽ പാർട്ട് എവിടുന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫിക്കൽ പാർട്ട് അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിരിക്കുന്നതാണ്. പിന്നെ അതർ പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റ് ചില പ്രൊവിഷൻസ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് എടുത്താണ്? കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, USSR അതായത് ഇപ്പോഴത്തെ റഷ്യ, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ഒരു ഫീച്ചറാണ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ? വൺ ദാറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ ഇറ്റ്സ് അമെൻമെന്റ്. അതായത് അമെൻഡ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ വേണ്ടി വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇനി ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ? ബട്ട് ദാറ്റ് ക്യാൻ ബി എന്താണ് ഇൻ ദ സെയിം മാനർ ആസ് ഓർഡിനറി ലോസ് ആർ മെയ്ഡ്. അത് ഓർഡിനറി ലോസ് കൊണ്ടുവരുന്ന രീതിക്ക് തന്നെ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? റിജിഡും അല്ല ഫ്ലെക്സിബിളും അല്ല, പക്ഷെ എന്താണ്? രണ്ടിന്റെയും ഒരു സിന്തസിസ് ആണ്. അതായത് രണ്ടും ഉണ്ട്. നമുക്ക് പല ഫീച്ചേഴ്സ് എന്താണ്? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു പ്രൊസീജിയർ, ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ വെച്ചിട്ടേ അമെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് പല ലോസും എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇതാണ് എന്ത്? മൂന്നാമത്തെ സേലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഏതാണ്? ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ? വൺ ദാറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ ഇറ്റ്സ് അമെൻമെന്റ്. സെക്കൻഡ് വൺ എന്താണ്? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. വൺ ദാറ്റ് ക്യാൻ ബി ഇൻ ദ സെയിം മാനർ ആസ് ഓർഡിനറി ലോസ് ആർ മെയ്ഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ഫീച്ചറാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു ഫെഡറൽ സിസ്റ്റം ആണ്. അതിൽ എന്തുണ്ട്? കുറെ നോൺ ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്. ഈ നോൺ ഫെഡറൽ ഫീച്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്ററി ബയാസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫെഡറൽ ഫീച്ചേഴ്സ്? 2 ഗവൺമെന്റ്സ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അതെന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറെ അധികം ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി യൂണിറ്ററി ഫീച്ചേഴ്സ് അതായത് നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്ട്രോങ് സെന്റർ, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ എന്താണ്? യൂണിറ്ററി ഫീച്ചേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് ആണ്. അതിന് കാരണം അതിനകത്ത് ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് അഥവാ യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? അഞ്ചാമത്തെ സേലിയൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. പാർലമെന്ററി ഫോം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ലെജിസ്ലേറ്റീവ് ഓർഗൻസ്. ലെജിസ്ലേറ്റീവ് ഓർഗൻസിന്റെ കോപ്പറേഷനെ കോർഡിനേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പാർലമെന്ററി സിസ്റ്റം എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? ഓൾസോ നോൺ ആസ് വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു പോയിന്റ് മറന്നു പോകാതെ ഓർത്ത് വെക്കുക. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഓൾസോ നോൺ ആസ് വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ്. ഓക്കെ, അത് മറന്നു പോകരുത്, കാണാണ്ട്
പഠിച്ചു വെക്കുക. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ദ പാർലമെന്ററി സിസ്റ്റം നോട്ട് ഓൺലി അറ്റ് ദ സെന്റർ ബട്ട് ഓൾസോ ഇൻ ദ സ്റ്റേറ്റ്. പാർലമെന്ററി സിസ്റ്റം ഇവിടെയൊക്കെയാണുള്ളത്, സെൻട്രൽ മാത്രമാണുള്ളത്. അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് സെൻട്രലിലും സ്റ്റേറ്റിലും എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്? പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അടുത്ത ഫീച്ചർ ആയിട്ട് നമ്മൾ പഠിച്ചേക്കുന്നത്. എത്രയൊക്കെ എന്താണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്, വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമുക്കപ്പം പഠിച്ച ഫീച്ചേഴ്സ് ഒന്നുകൂടി നോക്കാം. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ് സുപ്രീം കോർട്ട് പറഞ്ഞത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരിക്കലും ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ബേസിക് സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആദ്യം പഠിച്ചത് ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സേലിയൻ ഫീച്ചർ ആണ്. രണ്ടാമത് പഠിച്ചത് ഏതാണ്? ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്, പല സോഴ്സസിൽ നിന്നെടുത്താണ്, പല കൺട്രീസിൽ നിന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നൊക്കെ എടുത്തതാണെന്ന് നമ്മൾ പഠിച്ചു. സ്ട്രക്ചറൽ പാർട്ട് എവിടെ നിന്നാണ് എടുത്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എടുത്തത്. ഫിലോസഫിക്കൽ പാർട്ട് അമേരിക്കൻ ആൻഡ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി പൊളിറ്റിക്കൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതർ പ്രൊവിഷൻസ് എവിടുന്നൊക്കെ ഉള്ളതാണ്? കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, USSR, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെന്താണ് അടുത്ത ഫീച്ചർ ആയിട്ട് നമ്മൾ പഠിച്ചത്? എന്താണ്? ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ്? ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്പെഷ്യൽ പ്രൊസീജിയറിൽ മാത്രമേ അമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ മറ്റു ചില ലോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സാധാരണ ഓർഡിനറി ലോസ് മേഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അമെന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമെന്റ് ചെയ്യാനോ മേഡ് ചെയ്യാനായിട്ടും പറ്റും. അതുകൊണ്ടാണ് എന്ത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ഫീച്ചർ ഏതാണ്? ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ്. കാരണം ഇന്ത്യ എന്താണ്? അതിലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറെ ഫെഡറൽ സിസ്റ്റം, അതായത് ഫെഡറൽ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് നോൺ ഫെഡറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ യൂണിറ്ററി ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫീച്ചർ ആണ് ഏത്? ഒരു സൈലന്റ് ഫീച്ചർ ആണ് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ഫീച്ചർ ഏതാണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇതും എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സൈലന്റ് ഫീച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇത് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സും ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് പാടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 ഇതാണ്, ഇത്രേ ഉള്ളൂ, കംപ്ലീറ്റ് ആയി. ഇനി പാർട്ട് 2 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈഡൻസോ നോട്ട്സോ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യും? നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. താങ്ക് യു.